Hi children, welcome to science class. We can continue with the lesson combustion and flame. Today you are going to study different types of combustion. There are three main types of combustion, which are the rapid combustion, spontaneous combustion and explosion. Rapid combustion and spontaneous combustion and explosion and okay, first one, rapid combustion. Rapid combustion is a combustion in which a substance burns rapidly and produce heat and light with the help of external heat. Rapid combustion is combustion in which a substance burns rapidly and produce heat and light with the help of external heat. External heat in help ഒരു സബ്സ്റ്റൻസ് ബേൺ ചെയ്യുക, റാപ്പിഡ് ആയിട്ട് ബേൺ ചെയ്യുക, പെട്ടെന്ന് തന്നെ ബേൺ ചെയ്യുക. അതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യുക, പ്രൊഡ്യൂസ് ഹീറ്റ് ആൻഡ് ലൈറ്റ്, ഹീറ്റും ലൈറ്റും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ടൈപ്പ് ഓഫ് കമ്പഷൻ ഇസ് കോൾഡ് റാപ്പിഡ് കമ്പഷൻ. എക്സാമ്പിൾ ബേണിംഗ് ഓഫ് LPG ഗ്യാസ് കത്തുന്നത്. നമ്മൾ മാറ്റ് സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് ഹീറ്റ് കൊടുക്കുന്ന സമയത്താണ് LPG പെട്ടെന്ന് തന്നെ ബേൺ ചെയ്യുന്നുണ്ട്. Second one, spontaneous combustion. Spontaneous combustion is combustion in which a substance burns spontaneously and produce heat and light without the help of external heat. External heat ന്റെ ഹെൽപ്പ് ഇല്ലാണ്ട് ഒരു സബ്സ്റ്റൻസ് ബേൺ ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, സ്പോണ്ടേനിയസ് ആയിട്ട് തന്നെ ബേൺ ചെയ്യുന്നതിനെയാണ് സ്പോണ്ടേനിയസ് കമ്പഷൻ എന്ന് പറയുന്നത്. എന്തൊക്കെ അതിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, പ്രൊഡ്യൂസ് ഹീറ്റ് ആൻഡ് ലൈറ്റ്, ഹീറ്റും ലൈറ്റും അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. വിതൗട്ട് ദ ഹെൽപ്പ് ഓഫ് എക്സ്റ്റേണൽ ഹീറ്റ് ആണ്. നമ്മൾ മാറ്റ് സ്റ്റിക്ക് ഒന്നും ഉപയോഗിച്ചിട്ട് ഹീറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല, ഓട്ടോമാറ്റിക് ആയിട്ട് ബേൺ ചെയ്തോളും. എക്സാമ്പിൾ, ഫോസ്ഫറസ് ബേൺ സ്പോണ്ടേനിയസ്ലി അറ്റ് റൂം ടെമ്പറേച്ചർ. ഫോസ്ഫറസ് വെറുതെ തുറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അത് അറ്റ്മോസ്ഫിയർ ആയിട്ട് കോണ്ടാക്ട് വരുന്ന സമയത്ത് ഫോസ്ഫറസ് ഓട്ടോമാറ്റിക് ആയിട്ട് ബേൺ ചെയ്യും. ബേൺ ചെയ്യുന്ന സമയത്ത് ഹീറ്റും ലൈറ്റും അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. And third one, explosion. Explosion is a combustion in which a substance burns suddenly and produce heat and light, sound with the help of heat or pressure. Explosion എന്ന് പറയുന്ന കമ്പഷൻ ആണ് in which a substance burns suddenly, പെട്ടെന്ന് തന്നെ ബേൺ ചെയ്യുന്നുണ്ട്. എന്തൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഹീറ്റ്, ലൈറ്റ് ആൻഡ് സൗണ്ട്. ഹീറ്റും ലൈറ്റും സൗണ്ടും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്ത് വേണം, വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഹീറ്റ് ഓർ എക്സ്റ്റേണൽ പ്രഷർ. എക്സ്റ്റേണൽ ആയിട്ടുള്ള എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ കമ്പഷൻ നടക്കുള്ളൂ. എക്സ്റ്റേണൽ ആയിട്ടുള്ള ഹീറ്റ് വേണം, എക്സ്റ്റേണൽ ആയിട്ടുള്ള പ്രഷർ വന്നിട്ടുണ്ടെങ്കിൽ എന്താണ് അവിടെ സബ്സ്റ്റൻസ് അണ്ടർഗോ കമ്പഷൻ. That is explosion. Examples of explosion of crackers on applying heat or pressure. Heat കൊടുക്കുന്ന സമയത്ത് പടകം പൊട്ടുന്നത്. That is example for explosion. അവിടെ പടകം പൊട്ടുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്, ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, സൗണ്ട് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് അബൌട്ട് ഫ്ലെയിം. ഫ്ലെയിം ഇസ് എ സോൺ ഓഫ് കമ്പഷൻ ഓഫ് എ കമ്പസ്റ്റിബിൾ സബ്സ്റ്റൻസ്. ഒരു കമ്പസ്റ്റിബിൾ സബ്സ്റ്റൻസിന്റെ കമ്പഷൻ ആണ് ഫ്ലെയിം എന്ന് പറയുന്നത്. Substance which vaporize during burning produce flames. എന്താ ചെയ്യുന്നത്, ഒരു സബ്സ്റ്റൻസ് ബേൺ ചെയ്യുന്ന സമയത്ത് വേപ്പറൈസ് ചെയ്യുന്നുണ്ട്, വേപ്പർ സ്റ്റേറ്റിലേക്ക് പോകുന്നുണ്ട്. ബേൺ ചെയ്യുന്ന സമയത്ത് സബ്സ്റ്റൻസ് അണ്ടർഗോ വേപ്പറൈസേഷൻ. ഒരു സബ്സ്റ്റൻസ് വിച്ച് വേപ്പറൈസ് ആവുന്നുണ്ട്. എക്സാമ്പിൾ കെറോസിൻ ആൻഡ് വാക്സ്. Kerosene, wax are some of the example. Colors of a candle flame and the flame of kitchen stove. Candle flame ന്റെ കളർ യെല്ലോ കളറാണ്. കിച്ചൺ സ്റ്റൗവിലോ ഫ്ലെയിം ഏത് കളറാണ്, ബ്ലൂ കളറാണ്. ഫ്ലെയിംസ് ഓഫ് കെറോസിൻ ലാമ്പ്, കാൻഡിൽ ആൻഡ് എ ബൺസൺ ബേണർ. കെറോസിൻ ലാമ്പിന്റെയും അതുപോലെ തന്നെ കാൻഡിലിന്റെയും അതുപോലെ ബൺസൺ ബേണറിന്റെ ഒക്കെ ഫ്ലെയിം ആണ് പിക്ചറിൽ വന്നിട്ടുള്ളത്. ഓക്കെ, ലുക്ക് അറ്റ് ദ പിക്ചർ. എല്ലാം ഒരുപോലെയാണോ? നോ, all are different. Next, flame. Different zones of a candle flame. ഒരു candle flame ന്റെ picture വന്നിട്ടുണ്ട്. Which are the different zones? Wax candle ആണ്. Least hot portion ഉണ്ട്, moderately hot portion ഉണ്ട്, hottest part ഉണ്ട്. അതായത് innermost zone, middle zone and outer zone. Innermost zone, middle zone, outer zone. Outer zone is the hottest part. Outer zone എന്ന് പറയുന്നത് ഇതാണ്, border, outline. Outer zone is the hottest part ആണ്. Hottest part ആണ്. Color of the flame ഏതാണ്, ബ്ലൂ കളർ ആണ്. ബ്ലൂ കളർ, ലൈറ്റ് ബ്ലൂ കളർ ആണ് ഇതിന്റെ ഔട്ടർ പോർഷനിൽ വരുന്നത്. നെക്സ്റ്റ് മിഡിൽ സോൺ is partial combustion. Outer zone complete combustion ആണ്. നന്നായിട്ട് കമ്പഷൻ പ്രോസസ് നടക്കുന്നുണ്ട്, ബേൺ ചെയ്യുന്നുണ്ട്. നന്നായിട്ട് ബേൺ ചെയ്യുമ്പോഴാണ് ബ്ലൂ കളർ വരുന്നത്. മിഡിൽ പോർഷൻ പാർഷ്യൽ കമ്പഷൻ. ഫ്ലെയിം ഇസ് യെല്ലോ ഇൻ കളർ. പാർഷ്യൽ കമ്പഷൻ ആണ്. ഫ്ലെയിം ഏത് കളറാണ്, യെല്ലോ കളറാണ്. മോഡറേറ്റ്ലി ഹോട്ട് ആണ്. മോഡറേറ്റ്ലി hot in middle zone. And innermost zone of unburned wax vapors, black color. Innermost zone ഏത് കളറിലുള്ളത്,
ബ്ലാക്ക് കളർ ആണ്. അവിടെ എന്താണ്? അൺബേൺഡ് ആണ്. അവിടെ ബേൺ ചെയ്യുന്നില്ല, അൺബേൺഡ് ആണ്. ബ്ലാക്ക് കളറിലാണ് ഉള്ളത്. ലീസ്റ്റ് ഹോട്ട് ആണ് അവിടെ. ലീസ്റ്റ് ഹോട്ട്. ഔട്ടർ സോൺ ബ്ലൂ ഇൻ കളർ, മിഡിൽ സോൺ outer zone blue in color and complete combustion occur, and middle zone partial combustion and yellow in color, innermost zone unburned and black in color. Outer zone is hottest part, inner zone is least hot, and middle zone is moderately hot. Study the picture. Okay, once again. In the outer zone, complete combustion of the fuel takes place and the color of the flame is blue and is the hottest part of the flame. It is the non-luminous part of the flame. And the second one, in the middle zone, partial combustion of the fuel takes place and the color of the flame is yellow. Color of the flame is yellow and is moderately hot part of the flame. It is the luminous part of the flame. In the inner zone, these are unburned vapors of the fuel and the color is black and is least hot part that we already discussed. Types of fuel. Fuels are of three main types. Three types fuels under. First one, solid fuel. Second, liquid fuel. And third, gaseous fuel. Solid fuels. Examples for solid fuels are wood, coal, charcoal, etc. Wood, coal, charcoal, etc. Wood, coal, kari, charcoal, marakari ഒക്കെ എന്ന് പറയുന്നത് എന്താണ്? Solid fuel ആണ്. Liquid fuel. Examples for liquid fuels are kerosene, petrol and diesel. Liquid fuel examples are kerosene, petrol and diesel. And examples for gaseous fuels are CNG. CNG is compressed natural gas. CNG, compressed natural gas, and LPG, liquefied petroleum gas. LPG, liquefied petroleum gas, and biogas and hydrogen are examples of gaseous fuel. CNG, LPG, biogas, and hydrogen. These are gaseous fuels. Okay. Matchstick in the story ആണ് ഇവിടെ വന്നിട്ടുള്ളത്. Okay, look here. The history of the matchstick is very old. More than 5,000 years ago, small pieces of pine wood dipped in sulfur were used as matches in ancient Egypt. കുറേ thousands of years മുൻപേ pine wood ആണ്. Pine wood സൾഫറിൽ ഡിപ്പ് ചെയ്തിട്ടാണ് matchstick ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. The modern safety match was developed only about 200 years ago. ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന matchstick 200 years ago വന്നിട്ടുള്ളതാണ്. A mixture of antimony trisulfide, potassium chloride and white phosphorus with some glue and starch was applied on the head of the match made of suitable wood. ഒരു വുഡിന്റെ മുകളില് അതിന്റെ ഹെഡില് എന്തിന്റെയൊക്കെ മിക്സ്ചർ ആണ് ഉപയോഗിച്ചിട്ടുള്ളത്? ആന്റിമണി trisulfide, potassium chloride and white phosphorus with some glue. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ്. വൈറ്റ് ഫോസ്ഫറസ് ഉണ്ട്, പൊട്ടാസ്യം ക്ലോറൈഡ് ഉണ്ട്, ആന്റിമണി ട്രൈസൾഫൈഡ് ഉണ്ട്, ഗ്ലൂ ഉണ്ട്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് വുഡിന്റെ ഹെഡ് പോർഷനിൽ അപ്ലൈ ചെയ്തിരുന്നു. When struck against a rough surface, ഒരു റഫ് സർഫസിൽ നമ്മൾ റബ് ചെയ്യുന്ന സമയത്ത് white phosphorus got ignited due to the heat of friction. എന്താ ഫ്രിക്ഷൻ വഴി റബ് ചെയ്യുന്ന സമയത്ത് ഫ്രിക്ഷൻ ഉണ്ടാവും. ആ ഫ്രിക്ഷൻ വഴി എന്താ വൈറ്റ് ഫോസ്ഫറസ് ഗോട്ട് ഇഗ്നൈറ്റഡ്. വൈറ്റ് ഫോസ്ഫറസിന് എന്താവും? തീ പിടിക്കും. ദിസ് സ്റ്റാർട്ടഡ് ദ കമ്പഷൻ ഓഫ് ദ മാച്ച്. അതിന്റെ റിസൾട്ട് ആയിട്ട് മാച്ചിനും കമ്പഷൻ പ്രോസസ് നടക്കും. However, white phosphorus proved to be dangerous both for the workers involved in the manufacturing of matches and for the users. വൈറ്റ് ഫോസ്ഫറസ് എന്ന് പറയുന്നത് ഭയങ്കര ഡേഞ്ചർ ആണ്. അത് ഫാക്ടറിയിൽ അതിന്റെ പ്രോഗ്രാം അത് ഉണ്ടാക്കുന്ന ആൾക്കാർക്കും നമ്മൾ യൂസ് ചെയ്യുന്ന ആൾക്കാർക്കും വൈറ്റ് ഫോസ്ഫറസ് എന്ന് പറയുന്നത് വളരെ ഡേഞ്ചറസ് ആണ്. These days the head of the safety match contains only antimony trisulfide and potassium chloride. പക്ഷെ ഇപ്പൊ എന്താണ്? മാച്ചിന്റെ മുകളിൽ, മാച്ച് ബോക്സിന്റെ മുകളിൽ ആന്റിമണി എന്താ ഉള്ളത്? ആന്റിമണി ട്രൈസൾഫൈഡും പൊട്ടാസ്യം ക്ലോറൈഡും ആണ് ഉള്ളത്. ദ റബ്ബിംഗ് സർഫസ് ഹാസ് പൗഡേർഡ് ഗ്ലാസ്. റബ്ബിംഗ് സർഫസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉരയ്ക്കുന്ന ആ മാച്ച് ബോക്സിന് മുകളിൽ നമ്മൾ ഉരയ്ക്കുന്നില്ലേ, അവിടെ എന്ന് പറയുന്നത് എന്താണ്? പൗഡേർഡ് ഗ്ലാസ് ആൻഡ് ലിറ്റിൽ റെഡ് ഫോസ്ഫറസ്. വൈറ്റ് ഫോസ്ഫറസ് യൂസ് ചെയ്യുന്നില്ല, റെഡ് ഫോസ്ഫറസും അതുപോലെ ഗ്ലാസ് പൗഡറും ആണ് ആ റബ്ബിംഗ് സർഫസിൽ ഉള്ളത്. When the match is struck against the rubbing surface, match rubbing surface നമ്മൾ ഉരയ്ക്കുന്ന സമയത്ത് some red phosphorus get converted into white phosphorus. അതിൽ അപ്ലൈ ചെയ്തിട്ടുള്ള റെഡ് ഫോസ്ഫറസ് വൈറ്റ് ഫോസ്ഫറസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. നമുക്കറിയാം വൈറ്റ് ഫോസ്ഫറസ് റൂം ടെമ്പറേച്ചറിൽ വരെ എന്താവുന്നതാണ്? ബേൺ ചെയ്യുന്നതാണ്.
This immediately reacts with the potassium chloride. അപ്പൊ എന്താ സംഭവിക്കുക? വൈറ്റ് ഫോസ്ഫറസ് അവിടെ ബേൺ ചെയ്യും, അത് പൊട്ടാസ്യം ക്ലോറൈഡ് ആയിട്ട് റിയാക്ട് ചെയ്യും. എന്താ സംഭവിക്കുക? എന്നിട്ട് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ആന്റിമണി ട്രൈസൾഫൈഡ്, ആ മാച്ച് സ്റ്റിക്കിന്റെ മുകളിലുള്ള ആന്റിമണി ട്രൈസൾഫൈഡ് ബേൺ ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ബേൺ ചെയ്യുമ്പോൾ സ്റ്റാർട്ട് കമ്പഷൻ. Okay, children, study well. Stop here. Thank you.